അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മരിച്ച വ്യക്തിയുടെ നോമ്പിനെ കുറിച്ചാണ്. കാരണത്തോടെ റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ട വ്യക്തി ഖളാ വീട്ടും മുമ്പ് മരിച്ചാൽ ഫിദിയയോ ഖളാഓ വീട്ടേണ്ടതില്ല. കാരണമില്ലാതെയാണെങ്കിൽ മരിച്ച വ്യക്തിയുടെ രക്ഷാകർത്താവ് ഫിദിയ കൊടുക്കുകയോ നോറ്റുവീട്ടുകയോ വേണം. ഖളാ വീട്ടാനുള്ള സമയം കിട്ടിയ ശേഷമാണ് വല്ല കാരണത്താലും നോമ്പ് നഷ്ടപ്പെട്ട വ്യക്തി മരിച്ചതെങ്കിൽ രക്ഷാകർത്താവ് ഫിദിയ കൊടുക്കുകയോ നോമ്പ് നോൽക്കുകയോ വേണം. ഒരു വ്രതത്തിൻ്റെ പേരിൽ 800 മില്ലിഗ്രാം അഥവാ 1 മുദ്ദ് മുഖ്യ ഭക്ഷണധാന്യം പാചകം ചെയ്യാതെ നൽകേണ്ടതാണ്. അതിൻ്റെ വില മയ്യത്തിൻ്റെ ഉപേക്ഷിച്ച സ്വത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. പ്രസ്തുത മുദ്ദ് ഫക്കീറുകൾക്കും മിസ്കീന്മാർക്കുമാണ് നൽകേണ്ടത്. മുദ്ദ് മുഴുവൻ ഒരാൾക്ക് നൽകുന്നതിലും തെറ്റില്ല. റമദാൻ വ്രതം ഖളാ വീട്ടാൻ സൗകര്യപ്പെട്ടിട്ടും വീട്ടാതെ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ഉപേക്ഷിച്ച സ്വത്തിൽ നിന്ന് മേൽപ്പറഞ്ഞ മുദ്ദുകൾ കൊടുക്കണം. കൂടാതെ നഷ്ടപ്പെട്ട വ്രതദിനങ്ങൾ മയ്യത്തിന് വേണ്ടി ആരും നോറ്റുവീട്ടുന്നില്ലെങ്കിൽ ഓരോ ദിനത്തിനും ഓരോ മുദ്ദ് വീതം വേറെയും കൊടുക്കണം. ഇതിനാവശ്യമായ പണം നീക്കിവെച്ചതിന് ശേഷം മാത്രമേ മയ്യത്തിൻ്റെ സ്വത്ത് ഓഹരി ചെയ്യാവൂ. മാതാപിതാക്കളുടെ നഷ്ടവ്രതവും സക്കാത്ത് വീഴ്ചയും ബാധ്യതയും ഗൗനിക്കാതെ അവരുടെ സ്വത്ത് ഭാഗിച്ചെടുക്കുന്ന സന്താനങ്ങൾ അനർഹമായ സ്വത്താണ് കൈവശപ്പെടുത്തുന്നത് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലായി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.